ജപമാലമണിയിൽ മറഞ്ഞിരിക്കുന്നെൻ്റെ ജന്മസാഫല്യത്തിൻ നിധികൾ. ജപമാലമണിയിൽ മറഞ്ഞിരിക്കുന്നെൻ്റെ ജന്മസാഫല്യത്തിൻ നിധികൾ. ഓരോ മണിയും ഉരുവിടുമ്പോൾ ഞാൻ കോരിയെടുക്കുന്ന മണിമുത്തുകൾ. ഓരോ മണിയും ഉരുവിടുമ്പോൾ ഞാൻ കോരിയെടുക്കുന്ന മണിമുത്തുകൾ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിനൊരുക്കമായി നമ്മൾ നടത്തുന്ന ശുശ്രൂഷയുടെ 7-ാം ദിനത്തിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചരിത്രപ്രസിദ്ധമായ കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിൽ ആയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആത്മന നമുക്കെല്ലാവർക്കും ഇന്ന് കൊരട്ടിമുത്തിയുടെ സന്നിധിയിലേക്ക് ഒരുമിച്ച് കൂടാം. അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. കേരളക്കരയിലെമ്പാടും അറിയപ്പെടുന്ന ഒരു ദേവാലയമാണ് കൊരട്ടിമുത്തിയുടെ ദേവാലയം. ഈ ദേവാലയത്തിൽ എത്തി പ്രാർത്ഥിക്കുവാൻ നമുക്കിന്ന് സാധ്യമല്ലെങ്കിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ അമ്മയെ നമ്മൾ അനുസ്മരിക്കുകയും ആ തിരുസ്വരൂപത്തിലേക്ക് നോക്കി നമ്മളിന്ന് പ്രാർത്ഥിക്കുകയുമാണ്. കൊരട്ടിമുത്തിയോട് ചേർന്ന് നമുക്കും ഈശോയെ ആരാധിക്കാം, ഈശോയെ സ്തുതിക്കാം, ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ 8 നോമ്പ് തിരുനാളിന് ഒരുങ്ങുന്ന ഈ വേളയിൽ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടിമുത്തിയുടെ അൾത്താരയിൽ നിന്ന് വികാരി എന്ന നിലയിൽ നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. വളരെ പ്രാചീനമായൊരു ചരിത്രം കൊരട്ടി ദേവാലയത്തിനുണ്ട്. AD 300 മുതൽ ഈ പ്രദേശത്തെ ക്രൈസ്തവരെല്ലാം അമ്പഴക്കാട് സ്ഥാപിതമായ ഇടവക ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് തങ്ങളുടെ ആത്മീയ ശുശ്രൂഷകളെല്ലാം ചെയ്തിരുന്നത്. എന്നാൽ 1381 ഇവിടുത്തെ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കുകയും 1382 സെപ്റ്റംബർ 8 ഈ ദേവാലയം ആദ്യമായി പ്രതിഷ്ഠിച്ച് ഇവിടെ ബലി ആരംഭിക്കുകയും ചെയ്തു. ഈ ഇടവക ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ നേർച്ച കാഴ്ചകളുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു നേർച്ച പൂവൻകുല നേർച്ചയാണ്. മേലൂർ പ്രദേശത്ത് നിന്നും ഇവിടേക്ക് നേർച്ചയായി പൂവൻകുലയുമായിട്ട് വന്ന ഒരു മനുഷ്യനെ ആ പൂവൻകുലയിൽ നിന്നും പ്രത്യേക ആകർഷണം തോന്നിയ ഒരു നമ്പൂരി ഒരു പഴം ഉരിഞ്ഞെടുത്തപ്പോൾ അതിൽ അദ്ദേഹം വളരെ വിഷമിക്കുകയുണ്ടായി. എന്നാൽ ആ പഴം കഴിച്ചതിന് ശേഷം അദ്ദേഹം അസുഖബാധിതനാകുകയും പിന്നീട് പല ചികിത്സയ്ക്കും പോയതിന് ശേഷം പ്രത്യേകമായി എവിടെയോ നേർച്ച അർപ്പിക്കുവാനുള്ള പഴം നിങ്ങൾ കഴിച്ചുവോ എന്ന് ചോദിച്ച് അത് കൊരട്ടിപ്പള്ളിയിലേക്ക് കൊണ്ടുപോയിരുന്ന പഴമാണ് താൻ കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ അതിന് പരിഹാരം ചെയ്യാതെ അസുഖം മാറുകയില്ല എന്നുള്ള നിർദ്ദേശമാണ് വൈദ്യരിൽ നിന്ന് ലഭിച്ചത്. അദ്ദേഹം ആ പ്രദേശത്ത് തന്നെ ഏതാനും ഏക്കർ സ്ഥലം പള്ളിക്ക് സംഭാവന ചെയ്യുകയും അന്ന് മുതൽ കൊരട്ടി ദേവാലയത്തിലേക്ക് പൂവൻകുല നേർച്ച വരുന്ന ഒരു ശൈലി ഇവിടെ വളർന്നു വന്നു. നാനാജാതി മതസ്ഥരായ മനുഷ്യർ ഇന്നും ഇവിടെ പൂവൻകുല സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, അതിൻ്റെ പേരിൽ ധാരാളം അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ വന്നെത്താറുണ്ട്. അവരെല്ലാവരും പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് പലപ്പോഴും നേർച്ചയായി കടന്നു വരുന്നത് മുട്ടിൽ നീന്തിയാണ്. അതും ഇവിടെ പ്രചാരത്തിലുള്ളൊരു നേർച്ചയാണ്.
ആനവാതിൽക്കൽ നിന്ന് അൾത്താര വരെ മുട്ടിൽ നീന്തി വന്ന് നേർച്ച സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അമ്മയുടെ അനുഗ്രഹം സ്വീകരിക്കുന്ന അനേകായിരങ്ങൾ ഇന്നും ഈ ദേവാലയത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ തുടർച്ചയായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുങ്ങുന്ന ഈ വേളയിൽ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് അമ്മയെപ്പോലെ പൂർണ്ണമായും തമ്പുരാൻ്റെ ഹിതത്തിന് സമർപ്പിക്കുവാനായി ഒരുങ്ങുന്ന ഈ വേളയിൽ ഈ ഒരുക്കത്തിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന ഗുഡ്നസ് ടിവിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൊരട്ടിമുത്തിയുടെ അനുഗ്രഹം ധാരാളമായി ലഭിക്കട്ടെ എന്ന് ഏറെ പ്രാർത്ഥനയോടെ വികാരി എന്ന നിലയ്ക്ക് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രക്ഷകനേശുവേ എന്നിൽ വന്നിടണേ, എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീയകറ്റിയിടണേ. രക്ഷകനേശുവേ എന്നിൽ വന്നിടണേ, എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീയകറ്റിയിടണേ. ആദികാലം മുതൽ ഊറി നിന്നിടുന്ന ഭീതിയിൽ കണ്ട തിന്മ നിരാശകൾ ആശാക്കിയിടണേ. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ എല്ലാ ഭയപ്പാടുകളെയും എൻ്റെ ഉത്കണ്ഠകളെയും എന്നിൽ രൂപപ്പെട്ട് കിടക്കുന്ന തിന്മയുടെ മേഖലകളെയും ഈശോയെ, എന്നിൽ ആഴത്തിൽ ഊറി നിൽക്കുന്ന എൻ്റെ നിരാശയുടെ ഭാവങ്ങളെയും എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും എല്ലാം കർത്താവെ നിന്നിലേക്ക് വിട്ടു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വന്ന്, എൻ്റെ മനസ്സിലേക്ക് നീ കടന്നു വന്ന്, എൻ്റെ ശരീരത്തിലേക്ക് നീ കടന്നു വന്ന് എൻ്റെ ഭാരങ്ങളെയെല്ലാം നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദികാലം മുതൽ എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ എല്ലാ ഭയപ്പാടുകളെയും തിന്മ നിരാശകൾ ആശയാക്കിയിടണേ. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളായിരിക്കുന്നത് പോലെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, എൻ്റെ മനസ്സിൻ്റെ എല്ലാ ഭാവങ്ങളെയും നിനക്ക് വിട്ടു തന്നു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എന്നിൽ ഉറഞ്ഞുകൂടി നിൽക്കുന്ന കോപത്തിൻ്റെ, നീരസങ്ങളുടെ, വിദ്വേഷത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും കർത്താവെ നിനക്ക് വിട്ടു തന്നു പ്രാർത്ഥിക്കുന്നു. എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥകൾ, എനിക്ക് മറക്കാൻ പറ്റാത്ത എൻ്റെ ഉള്ളിലെ മുറിവുകൾ, ഇതെല്ലാം ഈശോയെ നിന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കോപനീരസങ്ങൾ എല്ലാം വിട്ടു
വിട്ടുകൊടുക്കാം. ദേഷ്യവൈരാഗ്യങ്ങൾ കർത്താവേ, എനിക്ക് മാത്രം അറിയാവുന്നവയെല്ലാം എന്റെ ഹൃത്തിൽ നിന്നൂറ്റി നീ സ്നേഹം നിറയ്ക്കണേ. എന്റെ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ച് എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് ദേഷ്യവൈരാഗ്യങ്ങൾ എനിക്കും ഈശോയ്ക്കും മാത്രം അറിയാവുന്ന എന്റെ ഹൃത്തിൽ നിന്നൂറ്റി നീ സ്നേഹം നിറയ്ക്കണേ. കരങ്ങൾ ഉയർത്തി രക്ഷകനേശുവേ, രക്ഷകനേശുവേ, എന്നിൽ വന്നിടണേ. എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീയകറ്റിയിടണേ. കർത്താവേ, നിന്റെ സന്നിധിയിൽ അയോഗ്യനാണെന്ന് ഞാൻ ഏറ്റുപറയുകയാണ്. ഓരോ നിമിഷവും ദൈവമേ, നിന്നെ മറന്ന് പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ കാലങ്ങളെ ഞാൻ ഓർക്കുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ നിന്നെ മറന്ന് ജീവിക്കുകയാണ്, നിന്നെ മറന്ന് സംസാരിക്കുകയാണ്, നിന്നെ മറന്ന് കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രേരണകളെയും, എല്ലാ തിന്മകളുടെ പ്രേരണകളെയും ഈശോയെ വിട്ടു തന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലെ ദുഷ്പ്രേരണകൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളിൽ നാളുകളായി വളർന്ന് പന്തലിച്ച് കിടക്കുന്ന തിന്മയുടെ മേഖലകളെ പിഴുതു കളഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ നൈർമല്യത്തിലേക്ക് അമ്മയ്ക്കൊത്ത മക്കളായി വളർന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും വീണ്ടും ചെയ്ത ദുഷ്പ്രവർത്തിതൻ പ്രേരണ നീക്കി നീ ശുദ്ധനാക്കേണമേ. അനുദപിച്ചുകൊണ്ട് നമുക്ക് പാടാം. നിന്നെ മറന്നു ഞാൻ ആത്മാർത്ഥമായി വീണ്ടും വീണ്ടും ചെയ്ത പാപമോചനം തരണമേ എന്ന് ആഗ്രഹിച്ച് ദുഷ്പ്രവർത്തിതൻ പ്രേരണ നീക്കി നീ ശുദ്ധനാക്കേണമേ. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് രക്ഷകനേശുവേ എന്ന് പാടി പ്രാർത്ഥിക്കാം. രക്ഷകനേശുവേ, എന്നിൽ വന്നിടണമേ, എന്നിൽ വന്നിടണേ. എന്റെ മനസ്സിലെ ഭാരങ്ങൾ, എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീയകറ്റിയിടണേ. ഹൃദയത്തെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. രക്ഷകനേശുവേ, എന്നിൽ വന്നിടണേ. എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീയകറ്റിയിടണേ. ഈശോയെ ആരാധിച്ചുകൊണ്ട് പാടാം. ആരാധന, ഈശോയെ ആരാധന, ആരാധന, ഈശോയെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നെന്നും ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പാടാം. ആരാധന, കൊരട്ടിമുത്തിയോട് ചേർന്ന് പാടാം. ആരാധന, പരിശുദ്ധ പരമകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നെന്നും ആരാധന. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ചേർന്ന് ആരാധന, ഈശോയെ ആരാധിച്ചുകൊണ്ട് ആരാധന, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നെന്നും ആരാധന.
ആവർത്തിച്ച് പാടി മഹത്വപ്പെടുത്താം. ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 14 അധ്യായം 2 വാക്യം ഇങ്ങനെ പറയുന്നു: കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് അന്വേഷിക്കുന്നു. കർത്താവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമയം ഈശോ ദിവ്യ കാരുണ്യത്തിൽ നിന്ന് നമ്മെ നോക്കുന്നുണ്ട്. എന്നെ അന്വേഷിക്കുന്നവരുണ്ടോ? എന്നെ തിരയുന്ന കണ്ണുകളുണ്ടോ? എന്നെ കേൾക്കാൻ കൊതിക്കുന്ന കാതുകളുണ്ടോ? എന്നെ തൊടാൻ കൊതിക്കുന്ന കരങ്ങളുണ്ടോ? എന്നിലേക്ക് വരാൻ പാഞ്ഞെടുക്കുന്ന പാദങ്ങളുണ്ടോ? കർത്താവ് ആരായുകയാണ്. നമുക്ക് ഈശോയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ഈശോയെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിന്നെ കാണാനും അനുഭവിക്കാനും കേൾക്കാനും അങ്ങയോടൊത്ത് ആയിരിക്കാനും ഞങ്ങളുടെ ഹൃദയങ്ങൾ പങ്കുവയ്ക്കാനും എല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 18 അധ്യായം 6 വാക്യത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു: കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ഈ വചനം വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയങ്ങളിൽ ഉയരട്ടെ. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. പ്രിയപ്പെട്ടവരെ, നമ്മളിന്നായിരിക്കുന്ന ഈ ദേവാലയം എത്രയോ കാലമായി തമ്പുരാൻ തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ദേവാലയമാണ്. എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം എപ്പോഴും ഇവിടെ ഉണ്ടാകുമെന്ന് ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞ ദൈവം ഈ ദേവാലയത്തെക്കുറിച്ചും എത്രയോ നൂറ്റാണ്ടുകളായി അതേ വാക്കുകൾ തന്നെ ആവർത്തിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലിരുന്ന് എത്രയോ നൂറ്റാണ്ടുകളായി ഈ ദേവാലയത്തിൽ വരുന്ന ദൈവജനത്തെ ഈശോ അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്രയോ ലക്ഷം ആളുകൾ എത്രയോ തലമുറകളിൽ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട് അമ്മ മാതാവിന് നന്ദി പറയുന്നൊരിടമാണ് ഈ ദേവാലയം. ഈ ദേവാലയത്തോട് ചേർന്ന് ഈ അൾത്താരയിൽ നിന്ന് ഒക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് ദൈവം തന്ന അവസരത്തിനും കൃപയ്ക്കും നന്ദി പറയാം. പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ ജനനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണല്ലോ. നാളെ ജനനത്തിരുന്നാൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മയുടെ ജനനം സ്വർഗവാസികൾ എത്രയോ സ്നേഹത്തോടെ നോക്കിയിരുന്ന നിമിഷമായിരുന്നു. രക്ഷകന്റെ അമ്മ ഉഷകാല നക്ഷത്രം ജനിക്കുമെന്ന് തലമുറകൾ നോക്കി പാർത്തിരുന്നൊരു കാലം. നസ്രത്തിലെ കൊച്ചു വീട്ടിൽ ജോവാക്കീമിൻ്റെ അന്നയുടെയും കുഞ്ഞായി ദൈവത്തിൻ്റെ അമ്മ പിറന്ന നിമിഷം, അതിനുവേണ്ടി ലോകം കാത്തിരുന്ന നിമിഷമാണ്. നമ്മളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാത്തിരിക്കുകയാണ് അമ്മയുടെ ജനനത്തിന് ഒരുങ്ങാൻ വേണ്ടി. അമ്മയുടെ ജനനം ആത്മീയമായി ആഘോഷിക്കാൻ വേണ്ടി. അമ്മയുടെ ജനനം ലോകത്തിന് എങ്ങനെ അനുഗ്രഹമായോ അതുപോലെ ഈ നാളുകളിലും അമ്മയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതങ്ങളിൽ എത്താൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ അത്ഭുത രൂപത്തിലേക്ക്, കൊരട്ടിമുത്തിയുടെ ആ രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം.
ഞങ്ങളും കാത്തിരിക്കുന്നു, തലമുറകളോട് ചേർന്ന് കാത്തിരിക്കുന്നു. അമ്മേ, നിന്റെ ഇടപെടലിനായി, അമ്മേ, നിന്റെ തിരുജനനത്തിനായി. രാജകുമാരിമാരും ഇസ്രായേലിലെ ഇടയ കന്യകകളും എങ്ങനെ കാത്തിരുന്നോ അതുപോലെ ഞങ്ങളും കാത്തിരിക്കുന്നു. അമ്മേ, ഞങ്ങൾക്കും നിന്റെ ദർശനം തരണമേ. ദർശനം നൽകണേ മുത്തിയമ്മേ, ദാസരിതാ നിൽപ്പൂ ആശയോടെ. അഭയവും ശരണവും നീ മാത്രമമ്മേ, അടിയങ്ങളെ നീ കൈവിടല്ലേ. ദർശനം നൽകണേ മുത്തിയമ്മേ, ദാസരിതാ നിൽപ്പൂ ആശയോടെ. അഭയവും ശരണവും നീ മാത്രമമ്മേ, അടിയങ്ങളെ നീ കൈവിടല്ലേ. അമ്മേ ശരണം, അമ്മേ ശരണം നീയേ മുത്തി. അമ്മേ ശരണം, അമ്മേ ശരണം നീയേ മുത്തി. ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖഭാരങ്ങളും അമ്മയ്ക്ക് ഇറക്കി വയ്ക്കാം. കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നമ്മളെല്ലാവരും അനുഗ്രഹം പ്രാപിക്കും. നമുക്ക് ആ വലിയ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. ജീവിതഭാരങ്ങളെ, പ്രശ്നങ്ങളെ, ഈ കാലഘട്ടത്തിൻ്റെ സങ്കീർണതകളെ എല്ലാം അമ്മയ്ക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. മനസ്സിൽ ദുഃഖം പെരുകിടുമ്പോൾ സാന്ത്വനമായമ്മേ വന്നിടണേ. മനസ്സിൽ ദുഃഖം പെരുകിടുമ്പോൾ സാന്ത്വനമായമ്മേ വന്നിടണേ. ജീവിതഭാരം തളർത്തിടും നേരം താങ്ങായമ്മേ വന്നിടണേ. ജീവിതഭാരം തളർത്തിടും നേരം താങ്ങായമ്മേ വന്നിടണേ. അമ്മേ ശരണം, അമ്മേ ശരണം നീയേ മുത്തി. അമ്മേ ശരണം, അമ്മേ ശരണം നീയേ മുത്തി. ആവർത്തിച്ച് പാടാം. അമ്മേ ശരണം, അമ്മേ ശരണം നീയേ മുത്തി. എല്ലാം സമർപ്പിച്ചുകൊണ്ട് അമ്മേ ശരണം, അമ്മേ ശരണം നീയേ മുത്തി. എല്ലാ ദുഃഖങ്ങളും സമർപ്പിച്ച്, അമ്മേ ശരണം, എല്ലാ ഭാരങ്ങളും സമർപ്പിച്ച്, എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച്, എല്ലാ വേദനകളും സമർപ്പിച്ച്, എല്ലാ പ്രതീക്ഷകളും സമർപ്പിച്ച്, എല്ലാ ഭയപ്പാടുകളും സമർപ്പിച്ച്, എല്ലാ നിരാശയും സമർപ്പിച്ച്, തിന്മയുടെ മേഖലകളെ സമർപ്പിച്ച്, അടിമത്തങ്ങളെ സമർപ്പിച്ച്, തടസ്സങ്ങളെ സമർപ്പിച്ച്, എല്ലാ ബന്ധനങ്ങളെ, കെട്ടുകളെ സമർപ്പിച്ച്, പ്രാർത്ഥനകളെ സമർപ്പിച്ച്, നിയോഗങ്ങളെ സമർപ്പിച്ച്, പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് അമ്മേ ശരണം, അമ്മേ ശരണം നീയേ മുത്തി. നമുക്ക് തിരുസന്നിധിയിൽ ഭക്തിപൂർവ്വം എഴുന്നേറ്റ് നിന്നുകൊണ്ട് 8 നോമ്പ് ദിനത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ഉജ്ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും
പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ, ആമേൻ. കന്യകമാർ അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും, രാജപുത്രിമാർ അവളെ പ്രകീർത്തിക്കും. അവൾ സൂര്യനെ പോലെ ശോഭയുള്ളവളാകുന്നു, ചന്ദ്രനെ പോലെ അഴകുള്ളവളുമാകുന്നു. അവൾ തന്റെ മാതാവിന്റെ ഏകപുത്രിയും പിതാവിന്റെ വത്സലകുമാരിയുമാകുന്നു. ആഴങ്ങൾ ഉത്ഭവിക്കുന്നതിന് മുമ്പേ ഞാൻ ജനിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ അവിടുത്തെ ആനന്ദ വിഷയമായിരുന്നു, മനുഷ്യരെന്നെ സ്തുതിച്ചുകൊണ്ടിരുന്നു. എന്റെ മാർഗം പിന്തുടരുന്നവരെല്ലാം ഏറ്റവും യോഗ്യന്മാരാകുന്നു. എന്നെ കണ്ടെത്തിയവരെല്ലാം ജീവനെ കണ്ടെത്തിയിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ യോവാക്കീം, അന്ന എന്നിവരിൽ നിന്നും വചനമാകുന്ന ദൈവപുത്രന്റെ മാതാവായ മറിയം ജനിച്ചു. അതുവഴി പൂർവ്വപിതാക്കന്മാരുടെയും നീതിമാന്മാരുടെയും മാത്രമല്ല എല്ലാ തലമുറകളുടെയും പക്കലേക്ക് അനുഗ്രഹം ഒഴുക്കപ്പെട്ടു. തലമുറകളുടെ മാതാവായ മറിയത്തെ നമുക്കും പ്രകീർത്തിക്കാം. നന്മ നേരും അമ്മ, വിണ്ണിൻ രാജകന്യാ, ധന്യ സർവവന്യാ, മേരി ലോകമാതാ. നന്മ നേരും അമ്മ, വിണ്ണിൻ രാജകന്യാ, ധന്യ സർവവന്യാ, മേരി ലോകമാതാ. കണ്ണിലുണ്ണിയാകും ഉണ്ണീശു തന്റെ അമ്മയായ മേരി, മേരി ലോകമാതാ. നന്മ നേരും അമ്മ, വിണ്ണിൻ രാജകന്യാ, ധന്യ സർവവന്യാ, മേരി ലോകമാതാ. ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയമേ, ദൈവത്തിന് പരിപൂർണമായി വിധേയപ്പെട്ട് തന്നെ തന്നെ സമർപ്പിച്ചതുകൊണ്ട് എല്ലാ തലമുറകളാലും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കപ്പെടുവാൻ തക്കവിധം ദൈവമാതാവായി തീർന്ന അനുഗ്രഹീതയായ ഞങ്ങളുടെ അമ്മേ, ഇതാ മക്കളായി ഞങ്ങൾ നിന്റെ പക്കൽ അഭയം തേടുന്നു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദിവ്യപുത്രന്റെ ജനനത്തിനൊരുങ്ങിയ നന്മ നിറഞ്ഞ മറിയമേ, വഴിയും സത്യവും ജീവനുമായ അങ്ങേ ദിവ്യപുത്രന് അനുയോജ്യമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലായ്പ്പോഴും ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ മാതാവേ, കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റാൻ മാധ്യസ്ഥമപേക്ഷിച്ചെന്നല്ലേ അമ്മേ, അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളിലും ക്ലേശങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ. ഗാഗുൽത്തായിലേക്കുള്ള കുരിശിന്റെ വഴിയിലൂടെ തന്റെ പ്രിയപുത്രനെ അനുഗമിക്കുകയും കാൽവരിക്കുന്നിലെ കുരിശിൻ ചുവട്ടിൽ ഞങ്ങളെ മുഴുവനും നിന്റെ മക്കളായി സ്വീകരിക്കുകയും ചെയ്ത മറിയമേ, ഞങ്ങളുടെ സന്തോഷത്തിലും സന്താപത്തിലും നിന്റെ പ്രിയപുത്രനെ ആത്മാർത്ഥമായി അനുകരിക്കുന്നതിനും അങ്ങനെ നിന്റെ യഥാർത്ഥ മക്കളായി തീർന്ന് മിശിഹായുടെ സഹോദരനായി വളരുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ. വിശുദ്ധ മോൺഫോർട്ട് ഇപ്രകാരമാണ് പറയുന്നത്: മറിയത്തിലൂടെയാണ് ദൈവം രക്ഷാകര പ്രവൃത്തി ചെയ്യാൻ ആരംഭിച്ചത്. വിശുദ്ധൻ പറയാണ്, ആ തീരുമാനമെടുത്ത ദൈവം, മറിയത്തിലൂടെ ഞാൻ ഈ രക്ഷാകര പ്രവൃത്തി
ആരംഭിക്കുമെന്ന് തീരുമാനമെടുത്ത ദൈവം ഒരിക്കലും ആ തീരുമാനം മാറ്റില്ല. കാരണം നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോയെ, ദൈവത്തെ, സ്വർഗത്തെ ഒക്കെ സമീപിക്കാൻ നമുക്ക് ഏറ്റവും നല്ല മാർഗം പരിശുദ്ധ അമ്മ തന്നെയാണ്. ഇന്നും ദൈവം പ്രവർത്തിക്കുന്നത് അമ്മയിലൂടെ തന്നെയാണ്. ആ വലിയ ബോധ്യത്തോടെ നമുക്ക് ജപമാല കരങ്ങളിലെടുക്കാം. അമ്മയുടെ സ്നേഹത്തിൻ്റെ സമ്മാനമായ ഈ ജപമാല കരങ്ങളിലെടുക്കാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും, നമ്മൾ ജപമാല കരങ്ങളിലെടുത്ത് ഒരു സ്വർഗസ്വനായ പിതാവ് ചൊല്ലുമ്പോൾ ഈശോയ്ക്ക് വെളുത്ത റോസാപുഷ്പങ്ങൾ നമ്മൾ കോർത്തൊരുക്കുകയാണ്. ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോൾ അതിലേക്ക് വീണ്ടും ചുവന്ന റോസാപ്പൂക്കൾ നമ്മൾ കോർത്തിണക്കുന്നു. നമുക്കും ഈശോയെ അണിയിക്കാൻ, പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കാൻ റോസാപ്പൂക്കളുടെ ഒരു മാല ഒരുക്കാം. നമുക്ക് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. തൻ്റെ പുത്രന് ജന്മം നൽകുവാൻ ഒരു കന്യകയെ അന്വേഷിച്ച പിതാവായ ദൈവമേ, അവിടുന്ന് കണ്ടെത്തിയ നിർമ്മലയായ കന്യക പരിശുദ്ധ അമ്മയായിരുന്നല്ലോ. തനിക്ക് അമ്മയായി മാറാൻ പിതാവ് തിരഞ്ഞെടുത്ത് തന്നത് പരിശുദ്ധ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ അമ്മയിലേക്ക് താണിറങ്ങിയ ഈശോയെ, പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഏറ്റവും തൃപ്തിയോടെ താണിറങ്ങിയ പരിശുദ്ധ മറിയമേ, ത്രിത്വൈക ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും ഹൃദയത്തിൽ പൂജിക്കാനും അമ്മയെപ്പോലെ ഞങ്ങളെയും പഠിപ്പിക്കണമേ. ആ ദൈവത്തോടുള്ള വിശ്വാസവും ശരണവും സ്നേഹവും ഞങ്ങളിലും വർദ്ധിപ്പിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദിവ്യരഹസ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം വിയർത്തു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ ഈ ഭവനത്തിൽ നമ്മുടെ എല്ലാ ഹൃദയഭാരങ്ങളെയും ഇറക്കി വയ്ക്കാം. ഈശോ തൻ്റെ ഹൃദയഭാരങ്ങൾ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. നമുക്കും അതുപോലെ പരിശുദ്ധ അമ്മ വഴി നമ്മുടെ എല്ലാ ഹൃദയഭാരങ്ങളെയും ഉത്കണ്ഠകളെയും നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ ആമേൻ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ ആമേൻ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ. എല്ലാ മനോഭാരങ്ങളെയും വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യത്തിൽ നമുക്ക് ശാരീരികമായ വേദന അനുഭവിക്കുന്ന എല്ലാവരെയും ഓർക്കാം. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളാൽ കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്നവർ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നേരമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചതിന് മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ ആശ്രയവും അഭയവുമാണ്. പ്രത്യേകമായി ഈ പരിശുദ്ധ അമ്മയെ ഈശോയുടെ മുൾക്കിരീടം കൊണ്ട് വേലി കെട്ടി അവിടുത്തെ വിശുദ്ധ കുരിശിൻ്റെ തണലിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. മറുപടിയായി പാപികളായ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് കരമുയർത്തി പ്രാർത്ഥിക്കാം. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. നാലാം ദിവ്യരഹസ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം തനിക്കധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ അവിടുത്തെ തിരുത്തോളിന്മേൽ കുരിശുമരം ചുമത്തപ്പെട്ടതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ജീവിതഭാരങ്ങളും കുരിശുകളും എല്ലാം പേറുന്നവരുടെ കൂടെ യാത്ര ചെയ്യുന്നവളാണ് പരിശുദ്ധ അമ്മ. ആരെല്ലാം കുരിശു ചുമക്കുന്നോ അവരുടെ ഒരു വെളിപ്പാടകലെ മാതാവുണ്ട് എന്നുള്ള കാര്യം
വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ ജീവിത കുരിശുകളെ അമ്മയ്ക്ക് വിട്ടുതന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. വ്യക്തിപരമായ നിയോഗങ്ങളെ സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സന്തോഷവും സമാധാനവും ഇല്ലാത്ത വ്യക്തികൾ, കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ, സമൂഹങ്ങൾ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മനസ്സിലടിഞ്ഞുകൂടിയിരിക്കുന്ന വെറുപ്പ്, വിദ്വേഷ, വാശി, വൈരാഗ്യങ്ങളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വലിയ നിരാശ ബാധിച്ചവരെയും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവരെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പഠിക്കുവാൻ ക്ലേശിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും, പ്രത്യേകിച്ച് അലസതയിലും മറ്റും കഴിയുന്നവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിവിധ പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന മക്കളെയും IELTS, OET പോലുള്ള പരീക്ഷകൾ എഴുതി ഫലം കാത്തിരിക്കുന്നവരെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിവാഹ തടസ്സം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ഉത്കണ്ഠകളെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ നാളുകളിൽ കുടുംബജീവിതം ആരംഭിച്ചവരെയും കുടുംബജീവിതത്തിനായി പ്രവേശിക്കാൻ ഒരുങ്ങുന്നവരെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും ഭവനമില്ലാതെ ക്ലേശിക്കുന്നവരെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ചേർച്ചയില്ലാത്ത എല്ലാ കുടുംബ ബന്ധങ്ങളെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. 5-ാം ദിവ്യരഹസ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ ദൈവമാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശുമേൽ തറയ്ക്കപ്പെട്ടതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യത്തെ നമുക്ക് ഓർമ്മിക്കാം. കുരിശിൻ്റെ അരികെ മാതാവ് നിൽപ്പുണ്ട്. കുരിശിനോട് ചേർന്ന് നിൽക്കുന്ന യോഹന്നാനോട് ചേർന്നാണ് മാതാവ് നിൽക്കുക. ആരെല്ലാം ജീവിതത്തിൽ കുരിശുകളോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ അവൻ്റെ അരികിൽ അമ്മയുണ്ടെന്ന് ഈശോയുടെ കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിത കുരിശുകളുടെ അരികിൽ നമ്മൾ കുരിശുകളിലേക്ക് നോക്കി ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ
തൊട്ടരികെ അമ്മയുണ്ട്. നമുക്ക് തിരിച്ചറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ക്ഷയിച്ചു പോകുന്ന എല്ലാ ഭവനങ്ങളെയും ദേവാലയങ്ങളെയും സമൂഹങ്ങളെയും എല്ലാ ശുശ്രൂഷാ മേഖലകളെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഭിന്നിച്ചും കലഹിച്ചും തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദാമ്പത്യ ബന്ധങ്ങളെയും അതുമൂലം നശിക്കുന്ന കുഞ്ഞുങ്ങളെയും ഓർക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ജീവിതത്തിൽ വലിയ ഏകാന്തതയും ഒറ്റപ്പെടലുകളും അനുഭവിക്കുന്ന അനാഥർ, വിധവകൾ, വിഭാര്യർ, ഏകസ്ഥർ ഇവിടെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ശാരീരികമായ രോഗപീഠകൾ സഹിച്ച് ഭവനങ്ങളിലും ആശുപത്രികളിലും ICUകളിലും വെന്റിലേറ്ററുകളിലും കോവിഡ് സെൻ്ററുകളിലും ക്യാൻസർ സെൻ്ററുകളിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, മാധ്യമങ്ങൾ, ജഡിക പാപങ്ങൾ, കൂട്ടുകെട്ടുകൾ, പ്രണയബന്ധങ്ങൾ ഇവയ്ക്കെല്ലാം അടിമപ്പെട്ടു പോകുന്നവരെയും അതിൽ നിന്ന് കരകയറാനാവാത്തവരെയും പരിശ്രമിക്കുന്നവരെയും അവരുടെ നിസ്സഹായതകളെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. തെറ്റായ ബന്ധങ്ങൾക്ക് അടിമപ്പെട്ട് നശിച്ചു പോകുന്ന, ഭവനത്തെ പോലും മറന്നു പോകുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മക്കളെ ഓർത്തും ജീവിത പങ്കാളിയോർത്തും കുടുംബാംഗങ്ങളെ ഓർത്തും വേദനിക്കുന്നവരെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എല്ലാ നിരീശ്വര പ്രസ്ഥാനങ്ങളെയും വിശ്വാസത്തിനെതിരായിട്ടുള്ള എല്ലാ ജീവിത ശൈലികളെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വലിയ കടബാധ്യതകളിലും മറ്റും ഞെരുങ്ങി വഴി കാണാതെ ബുദ്ധിമുട്ടുന്നവരെയും ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവരെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ കർഷകരെയും അവരുടെ എല്ലാ ഞെരുക്കങ്ങളെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴേക്കും. ആമേൻ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ സ്മാരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഈ കൂട്ടായ്മയെ നമ്മൾ ഒരുമിച്ച് സമർപ്പിച്ച ജപമാലയെ സകല വിശുദ്ധരുടെയും യോഗ്യതകളോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. ദിവ്യകാരുണ്യം എവിടെയുണ്ടോ അവിടെ സ്വർഗമുണ്ട്.
വിശുദ്ധരുണ്ട്, അവരുടെ കൂട്ടായ്മയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിസ്തറപ്പായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ എത്രയും വലിയ ഉപഹാരമായി കാഴ്ചവെപ്പാൻ നിങ്ങളോട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയത്തിൽ ആത്മന ആയിരുന്നു കൊണ്ട് ഒരുമയിൽ ഈ ജപമാല അർപ്പിക്കുവാൻ ഭാഗ്യം കിട്ടിയതിന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭവനങ്ങളിലായിരുന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരുക്കി വച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിനരികിലിരുന്ന് ജപിച്ച ജപമാലകൾ മുഴുവനും പരിശുദ്ധ അമ്മയ്ക്കുള്ള ജന്മദിന സമ്മാനമായി നമ്മളിപ്പോൾ സമർപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ജപിച്ച ജപമാലകൾ ഈ ജപമാലയിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ ചൊല്ലിയ ജപമാല നിങ്ങളുടെ അരികിലുള്ള അമ്മയുടെ തിരുസ്വരൂപത്തിൽ സമർപ്പിക്കുക. ഇവിടെ അൾത്താരയിൽ വച്ചിരിക്കുന്ന തിരുസ്വരൂപത്തിൻ്റെ പ്രതീകമാണത്. ഒപ്പം നിങ്ങളുടെ എല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ചൊല്ലിയ ഈ ജപമാലയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ജപമാലകളെ ഇപ്പോൾ അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ ജപമാലകളുടെ പ്രതീകമായി ഈ ജപമാല നമുക്ക് കാഴ്ചവെക്കാം അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്. ഞാൻ മടങ്ങി വരാ കണ്ണുനീർ പ്രാർത്ഥനയോടെ കാത്തിരുന്ന മാതാവേ ഞാൻ കാഴ്ചവെക്കുന്നു എന്നെയും എല്ലാരെയും നിൻ വിമല ഹൃദയത്തിൽ, എന്നെയും എല്ലാരെയും നിൻ വിമല ഹൃദയത്തിൽ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.